ആദ്യമായാണ് അദ്ദേഹം KPCCയുടെ പടി കടന്ന് ഇവിടേക്ക് വരുന്നത്. അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഉള്ളത്. തീർച്ചയായും ഈ പുസ്തകത്തിൻ്റെ പ്രസാധന വേളയിൽ ഈ ചടങ്ങ് ധന്യമാക്കാനായി പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ BA പ്രകാശ് സാറുണ്ട്. അതുപോലെ ധനകാര്യ കോളങ്ങളൊക്കെ ധാരാളം എഴുതി കേരളത്തിലെ സമ്പദ്ഘടനയെക്കുറിച്ച് അവഗാഹമായ അറിവുള്ള പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺ മുണ്ടക്കയം അവർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരനുണ്ട്, ശ്രീ TU രാധാകൃഷ്ണൻ XMLA ഉണ്ട്. എല്ലാ വിശിഷ്ടാതിഥികളെയും ഡോക്ടർ SS ലാലുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ ചടങ്ങിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി നടത്തുന്ന സാംസ്കാരിക രംഗത്തെ എല്ലാ ഇടപെടലുകളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയദർശിനി പുസ്തക ചർച്ച കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. അതിന് സംസ്ഥാനതല ഉദ്ഘാടനം തൃശ്ശൂരിൽ ഈ മാസം 25-ാം തീയതി ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ശ്രീമതി സുധാ മേനോൻ രചിച്ച ഒരു പുസ്തകത്തിൻ്റെ അതിനെ അനുബന്ധിച്ചുള്ള പുസ്തക ചർച്ചയാണ്. ചരിത്രം അവഗണിച്ച ചില സംഭവങ്ങളെ കോർത്തിണക്കിയുള്ള അവരുടെ പുസ്തകമാണ് ആ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. 25-ാം തീയതി തൃശ്ശൂരിൽ സാഹിത്യ അക്കാദമിയിലെ വൈലോപ്പിള്ളി ഹാളിലാണ് പുസ്തക ചർച്ച നമ്മൾ സമാരംഭിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രിയദർശിനിയുടെ എല്ലാ ഉദ്യമങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനായ ഡോക്ടർ ശശി തരൂരിനെ ക്ഷണിക്കുന്നു. ആദ്യം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനായ ശ്രീ പ്രൊഫസർ KP കണ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ടീച്ചർ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് പായക്കുളം മധു, നമ്മുടെ പുസ്തകം വാങ്ങിയെടുത്ത പ്രൊഫസർ KP കണ്ണൻ, മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ, KPCC ജനറൽ സെക്രട്ടറി ശ്രീ TU രാധാകൃഷ്ണൻ, AIPC ചെയർമാനായ ഡോക്ടർ SS ലാൽ, ഡോക്ടർ വെളുക്കടി രാജേന്ദ്രൻ, എൻ്റെ സുഹൃത്തും ശ്രീ ജോൺ മുണ്ടക്കായ, രണ്ടാമത്തെ വേദിയിലാണ് ഞങ്ങൾ ഇന്ന് കാണുന്നത്. ഇന്ന് പുസ്തകത്തിൻ്റെ ഒരു ദിനമായി ഞങ്ങൾ രണ്ടാൾക്കും ശ്രീ ജോൺ മുണ്ടക്കായും ഡോക്ടർ BA പ്രകാശ്, നമ്മുടെ സ്വാഗതം പറഞ്ഞ ശ്രീ ബിനി സൈറ്റി, ബട്ട് അബവ് ഓൾ നമ്മുടെ എഴുത്തുകാരി ഡോക്ടർ മേരി ജോർജ്, സദസ്സിരിക്കുന്ന എല്ലാ അക്ഷരപ്രേമികളെ, വേദിയിൽ സദസ്സിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ പുസ്തകം പ്രിയദർശിനി പ്രസ് ഇറക്കിയത് ഒരു നല്ല കാര്യമാണ് പല ലെവലിൽ. ഒന്നാം കാര്യം, നമ്മൾ ശരിക്ക് KPCCൻ്റെ അകത്ത് ഒരു പബ്ലിക്കേഷൻ ഹൗസ് ഉള്ളത് തന്നെ ജനങ്ങൾക്ക് അറിയാൻ കുറച്ച് താമസിച്ചു പോയി. ഇത് നല്ലൊരു കാര്യമാണ്. അവർ ആദ്യം തീരുമാനിച്ചപ്പോൾ എൻ്റെ ഓർമ്മ പ്രകാരം രമേശ് ചെന്നിത്തലായിരുന്നു KPCC പ്രസിഡന്റ്. അതിൻ്റെ ഉദ്ഘാടനം തന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രിയദർശിനി പ്രസിൻ്റെ ആദ്യത്തെ കോപ്പി AK ആന്റണിക്ക് പ്രസന്റ് ചെയ്തതാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 200 എത്ര പുസ്തകമായി? നമ്മൾ 300 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ പുസ്തകമായിരുന്നില്ല, പ്രിയദർശിനിയില്ലേ. പക്ഷെ അതിന് ഏറ്റു വാങ്ങിയത് ശ്രീ AK ആന്റണിയായിരുന്നു. എന്തായാലും നമുക്ക് പുസ്തകത്തിൻ്റെയും എഴുത്തിൻ്റെയും വില അറിയുന്ന ഒരു അഭിമാനമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു പാർട്ടിയുടെ അകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനാണുള്ളത് ഈ നമ്മുടെ രാജ്യത്തിൽ? രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ജനാധിപത്യത്തിനകത്ത് എങ്ങനെയാണ് ഒരു സാമൂഹ്യത്തിനെ മെച്ചപ്പെടുത്തുക, വാട്ട് ഈസ് യുവർ വിഷൻ ഓഫ് എ ബെറ്റർ സൊസൈറ്റി, അതിനാണ് രാഷ്ട്രീയം. നമ്മളെല്ലാവരും രാഷ്ട്രീയം ഇരിക്കണം. നമ്മൾക്ക് മനസ്സിലൊരു ഐഡിയ, ഒരു ചിന്ത ഇല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയം ചെയ്യാതിരിക്കുകയാണ് ഭേദം. കാരണം രാഷ്ട്രീയം വെറും അധികാരത്തിന് വേണ്ടിയില്ല, അധികാരത്തിനെ എങ്ങനെ ഉപയോഗിക്കണം, ഏത് ഉദ്ദേശത്തിലാണ്, ഏത് വഴിക്കാണ് നമ്മുടെ സമൂഹത്തെ നന്നാക്കേണ്ടത്, അത് ചിന്തിച്ചിട്ടാണ് നമുക്ക് രാഷ്ട്രീയം ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവുണ്ടാവണം. അറിവിന് വേണ്ടി വായിക്കണം, വായനയ്ക്ക് വേണ്ടി പുസ്തകങ്ങൾ വേണം. അത് വെരി സിമ്പിൾ ലോജിക്കാണ് ഞാൻ പറയുന്നത്.
രാഷ്ട്രീയത്തിൽ നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ഐഡിയാസ് ഇല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയം ചെയ്യാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ നന്നാക്കാനും നമ്മുടെ സമൂഹത്തെ നന്നാക്കാനും ഒരു മാർഗമാണ്. അപ്പോൾ ഒരു പാർട്ടിയുടെ അകത്തൊരു പബ്ലിഷിംഗ് ഹൗസും അവർ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളും പാർട്ടിക്ക് ശരിക്ക് ഒരു 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 വിലയിരുത്തൽ നടക്കുന്ന ഒരു അവസരമാണ്. നമ്മുടെ പുസ്തകങ്ങൾ പ്രിയദർശിനി പ്രസ് വഴിക്ക് ഇറങ്ങുന്നത് അതിനർത്ഥമല്ല ഈ പുസ്തകങ്ങൾ മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾക്കും പുസ്തകങ്ങളുടെ വില മനസ്സിലാക്കി പുസ്തകങ്ങൾ കൊണ്ടുവരുന്ന ഐഡിയാസ് നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. 100% അംഗീകരിക്കണമെന്നും കൂടി ആവശ്യമില്ല. കാരണം എഴുത്തുകാർക്ക് അവർ സ്വന്തം അഭിപ്രായം ഉണ്ടാവാം. പക്ഷേ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. നമ്മുടെ സ്വന്തം വിശ്വാസങ്ങളെ നമ്മൾ മറ്റേവരുടെ അറിവും മറ്റേവരുടെ റിസർച്ചും ഗവേഷണവും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് കാണിക്കുന്ന ഒരു മാർഗമാണ്. അതുകൊണ്ട് ഞാൻ പ്രിയദർശിനി പ്രസിൻ്റെ ഓരോ ആക്ടിവിറ്റീസിനെ ഞാൻ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ ഈ ചടങ്ങിൽ ശ്രീ മധുവിനെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഇത്ര വലിയൊരു മഹത്വമുള്ള വിഷയത്തിൽ കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു അവസരവുമായി മാറി വന്നു. നമുക്കറിയാം, കുറേ വർഷങ്ങളായിട്ട് കേരള മോഡലിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കേരള മോഡൽ ഒരു പാവപ്പെട്ട സംസ്ഥാനം, ഒരു ചെറിയ പെർ ക്യാപിറ്റൽ ഇൻകമുള്ള ഒരു സംസ്ഥാനത്ത് ഫസ്റ്റ് വേൾഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് പറയാൻ ഞാൻ ഒരു പുസ്തകം 1997 എഴുതിയ പുസ്തകം, ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു ദ മിലേനിയം. അത് ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട് നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട് TC ബുക്സിൻ്റെ. അതിൽ നിന്ന് ഞാനൊരു കമ്പാരിസൺ ചെയ്തു. ഞാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. പക്ഷെ കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സും അമേരിക്കയിലും എടുത്തിട്ട് ആ കാലത്ത് അമേരിക്കയുടെ പെർ ക്യാപിറ്റൽ ഇൻകം കേരളത്തിൻ്റെ 200 ഇരട്ടിയായിരുന്നു. പക്ഷെ ബാക്കി എല്ലാറ്റിലും കേരളവും അമേരിക്ക ഒന്നുപോലെയായിരുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി ഒന്ന്, ലിറ്ററസി റേറ്റ് കേരളം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും 97 ആകുമ്പോഴേക്കും. നമ്മൾ നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് പെർ ഹെഡ് ഓഫ് പോപ്പുലേഷൻ, 1000 ജനങ്ങൾക്ക് എത്ര പത്രങ്ങളുണ്ട്. കേരളം അപ്പോഴേ കുറച്ച് മുന്നോട്ടായിരുന്നു. ഇപ്പോൾ അതുമീതെ മുന്നോട്ടായിരുന്നു. അമേരിക്കയിലെ പത്രങ്ങൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഈ പഴക്കുന്നുണ്ട്. എത്ര ആസ്പത്രികൾ ജനങ്ങൾക്ക്, എത്ര ഡോക്ടർമാർ, എത്ര നഴ്സുമാർ, ഇതെല്ലാം നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഫസ്റ്റ് വേൾഡ് ലെവലിലാണ്, ഭയങ്കര പണമുള്ള രാജ്യങ്ങളുടെ ലെവലിലാണ് നമ്മളെ കാണുന്നത്. അതായിരുന്നു കേരള മോഡൽ. ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് കൊടുത്തത് മലയാളി മിറക്കിൾ എന്നാണ്. ആ മിറക്കിൾ നമ്മൾക്ക് ശരിക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും ഒരു പങ്കുണ്ടായിരുന്നു. ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ആരംഭിച്ചത് മഹാരാജാക്കന്മാരുടെ സമയത്തിലായിരുന്നു ചില കാര്യങ്ങൾ. ആദ്യം 1817 ആ കാലത്ത് റാണി ഗൗരി പാർവതിബായി പറഞ്ഞത്, എല്ലാ കുട്ടികളും, പുരുഷന്മാരും പെൺകുട്ടികൾക്കും പഠിക്കാനുള്ള ഫ്രീ സംവിധാനം തിരുവിതാംകൂറിൽ കൊടുക്കുന്നു. അപ്പം അത് മുതൽക്ക് ആരംഭിച്ച ചില കാര്യങ്ങൾ പഠിപ്പും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഫ്രീ ആശുപത്രിയും ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് എല്ലാം ആ കാലം മുതൽക്ക് എല്ലാ പാർട്ടികളും അംഗീകരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കാര്യമാണ് കേരള മോഡൽ. പക്ഷെ കേരള മോഡൽ ഓരോരോ വർഷങ്ങൾ പാസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അതാണിപ്പോൾ മേരി ജോർജിൻ്റെ പുസ്തകത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ചില നല്ല കാര്യങ്ങളുണ്ട്, നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാനും കാര്യങ്ങളുണ്ട്. പക്ഷേ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. 1-2 കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത നമ്മളുടെ തൊഴിലില്ലായ്മ കൂടി വരുന്നു. മേരി പുസ്തകം എഴുതിയ ശേഷം ഞാൻ ലേറ്റസ്റ്റ് ഫിഗർ കണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ 40% വരെ എത്താറായി. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇന്ത്യ കശ്മീർ ഒഴിച്ചിട്ട്, കശ്മീരിൽ നമുക്കറിയാം ഒരു മിലിറ്റൻസി നടക്കുകയാണല്ലോ, കേരളമാണ് ഇന്ത്യയിലത്തെ 1-ാം സ്ഥാനം തൊഴിലില്ലായ്മയിൽ, പ്രത്യേകിച്ച് യുവാക്കളുടെ തൊഴിലില്ലായ്മ. അത് കേരള മോഡലിന് വലിയൊരു ഗുണം ചെയ്യുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലും കുട്ടികളൊക്കെ ആദ്യത്തെ അവസരത്തിൽ കോളേജ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ കഴിഞ്ഞ ഉടനെ സംസ്ഥാനം വിട്ടിട്ട് പോകാനാണ് അവർ ആഗ്രഹം. നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നില്ല. അതിന് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റേ ഭാഗത്താണ് മെച്ചപ്പെടുത്ത എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടാൻ പോകുന്നത്. വിദ്യാഭ്യാസം വേറെ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തിലോ കിട്ടാനാണ് കുറച്ചുകൂടി എളുപ്പം. രണ്ടാമത് പറയുന്നത് ഇവിടെ എന്തായാലും തൊഴിലവസരമില്ല. നന്നായി പഠിച്ചു വന്നാലും കേരളത്തിലെ ഇൻഡസ്ട്രിയിൽ, കേരളത്തിൽ ബിസിനസ്സില്ല, ആരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ഇരുന്നാൽ ഞങ്ങൾ പഴക്കാൻ പോകണം?
ഒരു പയ്യനോട് നേരിട്ട് ചോദിച്ചു, സാറേ നിങ്ങൾ എനിക്ക് എന്താണ് ഇവിടെ ഉള്ളത്, ഇതൊരു ഓൾഡ് ഏജ് ഹോമായി മാറുന്നില്ലേ കേരളം എന്ന് ചോദിച്ചു. നമ്മളൊരു ഓൾഡ് ഏജ് ഹോമായി മതിയോ, നമ്മൾക്ക് ബിസിനസ്സും ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമല്ലേ? ഇതൊക്കെയാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. എനിക്ക് പിന്നെ ഈ പുസ്തകത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. വേറെ കാര്യം പറഞ്ഞാൽ അത് കുറച്ചും കൂടി പൊളിറ്റിക്കലി ഡിഫിക്കൽട്ടാണ്. ഡോക്ടർ മേരി ജോർജ് നിങ്ങൾ പറയുന്ന ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യണം, എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ് പ്രയോറിറ്റി, എന്നിട്ട് കാശില്ലാത്ത അവിടെ ചിലവാക്കരുതെന്ന്. അത് എപ്പോഴും എളുപ്പമല്ല. നമുക്കറിയാം, ഒരു സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഏത് സർക്കാരിനും നമ്മൾ പല ആവശ്യങ്ങളും ഒരേ സമയത്ത് ഉണ്ടാവും. അപ്പോൾ പ്രയോറിറ്റിക്ക് മാത്രം ചിലവാക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ താങ്കൾക്കൊരു പ്രയോറിറ്റി ഇപ്പോൾ തോന്നാത്തത് വേറെ മനുഷ്യന് ഒരു വലിയൊരു നഷ്ടമായി കാണുന്ന ചില എക്കോണമീസ് നമ്മൾ കൊണ്ടുവരരുത്. പോലെ ഒരു സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യണം. താങ്കൾ പറഞ്ഞ പോലെ അൺനെസസറി എക്സ്പെൻഡിച്ചർ നമ്മൾ നിർത്തണം. പക്ഷേ പ്രയോറിറ്റി എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ അറ്റ്സ് ഓൾവേസ് എ പൊളിറ്റിക്കൽ ചോയ്സ്. നമ്മുടെ സർക്കാരിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ സർക്കാരിനാണ് തീരുമാനിക്കേണ്ടത് എന്താ പ്രയോറിറ്റി. അത് നമ്മളൊരു ഒരു 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 പ്രൊഫസറിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവസാനത്തിൽ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അത് അത്ര എളുപ്പമല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റവന്യൂ കേരളത്തിൽ കൂടണം, ഒരു സംശയവുമില്ല. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തലേന്ന് മാത്രമല്ല എടുക്കേണ്ടത്. നമ്മളുടെ ഇപ്പം തന്നെ IT മേഖലയിലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും പിന്നെ ആരോഗ്യ മേഖലയിലും വെൽനസ് ടൂറിസം ഇതെല്ലാം നമുക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കും. ടൂറിസമിന് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട്. ഇക്കോ ടൂറിസത്തിനൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ വഴിക്കൊക്കെ നമുക്ക് റവന്യൂ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അവസാനത്തിൽ എല്ലാവരും കണ്ടിരിക്കുന്നത് എല്ലാ സംസ്ഥാനത്തിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നാൽ പുതിയ ബിസിനസ്സസ് ആരംഭിച്ചാൽ മാത്രമാണ് അവർക്ക് തൊഴിലും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അവർ ടാക്സും കൂടുതൽ കൊടുക്കും, അതോടെ നമ്മളുടെ ഫിസിക്കൽ സിറ്റുവേഷൻ കുറച്ച് മെച്ചപ്പെടും. പക്ഷെ ഇതെല്ലാം നമ്മൾ ഈ വേദിയിലിരുന്ന് സംസാരിക്കുമ്പോൾ ആദ്യം കൺഗ്രാജുലേഷൻസ് പറയുന്നത് എഴുത്തുകാരിക്കാണ്. ഒരു ചുരുങ്ങിയ പേജുകളിൽ, എത്ര പേജാണ് പുസ്തകത്തിൽ? ഒരു 200 കൂടിയില്ല, 150 എൻ്റെ ഓർമ്മയിൽ. 166 പേജിൻ്റെ പുസ്തകത്തിൽ ഇത്ര നല്ലൊരു സർവേ നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള എല്ലാ ഫാക്ട്സും ഫിഗേഴ്സും നിങ്ങൾക്ക് കാണുകയും ചെയ്യും. അവർ അനാലിസിസിൽ ഞാനൊരു കുറ്റം കാണുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചിട്ട് എൻജോയ് ചെയ്ത് മനസ്സിലാക്കുമെന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ എഴുത്തുകാരെ കൺഗ്രാജുലേഷൻ ചെയ്തിട്ട് ഈ പുസ്തകത്തിന് ഔപചാരികമായിട്ട് പ്രകാശനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ്. പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നത് ബഹുമാനായ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഫോർമർ ഡയറക്ടറും ഫെലോയും, അതുപോലെ നമ്മുടെ ലോറി ബേക്കർ സെൻറ്റർ ഫോർ ഹാബിറ്ററ്റ് സ്റ്റഡീസിൻ്റെ ഫോർമർ അക്കാഡമിക് ചെയർമാൻ കൂടിയായ ഡോക്ടർ KP കണ്ണൻ സാറാണ്. അദ്ദേഹം അൺഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇൻഫോർമൽ വർക്കേഴ്സിനെയും ഇൻഫോർമൽ എക്കണോമിയെയും കുറിച്ച് അവഗാധമായ പഠനം നടത്തിയിട്ടുള്ള, ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ചും ലോക സാമ്പത്തിക രംഗത്തെക്കുറിച്ചും നല്ല വീക്ഷണമുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ നാഷണൽ കമ്മീഷൻ ഫോർ എൻ്റർപ്രൈസസ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ അതിൽ അംഗമാക്കുകയുണ്ടായി, അങ്ങനെ ആദരിക്കുകയുണ്ടായി. കേരളം കേൾക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന ബഹുമാനായ ഡോക്ടർ KP കണ്ണൻ സാറിനെ ഞാൻ പുസ്തകം ഏറ്റുവാങ്ങി പ്രസംഗിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഡോക്ടർ ശശി തരൂർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, ഇന്നത്തെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തക്ക സമയത്ത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഡോക്ടർ മേരി ജോർജ് എഴുതിയിട്ടുള്ളത്. മേരി ജോർജിനെ കുറിച്ച് വളരെ കാലമായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ CDS അവർ കോളേജ് പ്രൊഫസറായിരിക്കുമ്പോഴും പതിവായി ലൈബ്രറിയിൽ വരുമായിരുന്നു, PhD ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും. അപ്പോൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുക മാത്രമല്ല, ലൈബ്രറി സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും അങ്ങനെ അവരുടേതായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ റിട്ടയർ ചെയ്തിട്ടും ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിത് ഇന്നലെ വായിക്കാനായിട്ട് സമയം കിട്ടി.
ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് എ റീഡർ ഫ്രണ്ട്ലി ബുക്ക്. വലിയ കാരണം ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഈ സാങ്കേതിക പദങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഇറ്റ് ബിക്കംസ് എ ക്ലിഷേ റിഡൻ ബുക്ക്. അവരത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതേ സമയത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും പബ്ലിക് ഫൈനാൻസ്, റെമിറ്റൻസ് വരുന്നതിൻ്റെ കാര്യങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് പബ്ലിക് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പബ്ലിക് ഫൈനാൻസ് ക്രൈസിസ് എന്ന് തന്നെ പറയാം. അതേക്കുറിച്ച് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. മറ്റു പലരും ഇവിടെ ഇരിക്കുന്ന മറ്റു പല സാമ്പത്തിക ശാസ്ത്രജ്ഞരും അവരും അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പൊതുവിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. കേരളം മാനുഷിക വികസനത്തിൽ വളരെ ഇപ്പോഴും കേരളത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെങ്കിലും പബ്ലിക് ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഏത് ഇൻഡെക്സ് എടുത്താലും നമ്മൾ താഴെയാണ് നിൽക്കുന്നത്. ആൻഡ് വി ആർ അൺഫോർച്ചുനേറ്റ്ലി എമംഗ് ദി 3 പ്രോബ്ലം റിഡൻ സ്റ്റേറ്റ്സ്, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ് ആൻഡ് കേരള. 2 രൂപ 40 പൈസ പിരിച്ചിരുന്നു ആസ് ഗവൺമെൻറ് റവന്യൂ വിത്തിൻ കേരള. അപ്പോൾ 12 രൂപയോളം ഓരോ 100 രൂപയ്ക്കും. അത് 85-95 ആകുമ്പോഴേക്കും 11 10 9. അത് കഴിഞ്ഞ് 90 കഴിഞ്ഞ് ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഫേസ് വരുമ്പോഴേക്കും അത് 8-8.5%. കോവിഡ് വന്നപ്പോൾ അത് 6.5. പിന്നെ തിരിച്ച് മിനിസ്റ്റർ വേണുഗോപാലിൻ്റെ ഭാഗ്യത്തിന് അത് തിരിച്ച് വീണ്ടും 8.4 എന്നുള്ള പഴയതിൽ വന്നു. സോ ഇഫ് വി ഹാഡ് മെയിൻറ്റെയിൻ ദ എഫിഷ്യൻസി ഓഫ് ദി 70s, അന്ന് വലിയൊരു ഗോൾഡൻ ഏജ് ഒന്നും അല്ല ആസ് ഫാർ ആസ് ടാക്സ് കളക്ഷൻ ഈസ് കൺസേൺ. കാരണം ഇന്നിപ്പോൾ what I don't understand is if somebody knows, then I am willing to listen to them. ഈ 70കളിൽ എന്ന് പറഞ്ഞാൽ അധികം ഭൂരിപക്ഷം ജനങ്ങളും ചെലവഴിക്കുന്നത് വസ്ത്രത്തിനും ഭക്ഷണത്തിനും വളരെ പ്രാഥമികമായിട്ടുള്ള ചെലവുകൾക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ടാക്സബിൾ കമ്മോഡിറ്റീസിൻ്റെ ഉപഭോഗം കൂടിയത്. ഇലക്ട്രോണിക്സ്, ഫ്രിഡ്ജ്, ഫാന്, മിക്സി, ഗ്രൈൻഡർ, ഇപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് ഫോൺ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, യു നെയിം ഇറ്റ്, ലക്ഷറി കാർസ്. ഇത്രയധികം ടാക്സബിൾ കമ്മോഡിറ്റി കൺസംഷൻ അത് ഒരു രാജ്യത്തിൻ്റെ പ്രൊപ്പോർഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജനസംഖ്യയുടെ പ്രൊപ്പോർഷനേക്കാട്ടിലും 3 times ഹയർ. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ കണക്ക് പ്രകാരം 10% ഓഫ് ദ മെഡിസിൻസ് ആർ സോൾഡ് ഇൻ കേരള. We account for 3.5% of the population. So you can imagine 3 times per capita consumption of medicine. That may not be a good thing, but from a tax point of view, it is a social luxury car. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ 2 ദിവസം മുമ്പ് വന്ന ലക്ഷറി കാറുകളുടെ കേരളം is one of the most attractive markets for selling luxury cars. So ഈ 75-85 പീരീഡിലെ ആ 12.5% നമ്മൾ പിരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 8.5 ദ ഗ്യാപ്പ് ഈസ് 4%. വാട്ട് ഈസ് 4%? ഇന്നത്തെ ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഫിഗർ എടുത്ത് നോക്കുകയാണെങ്കിൽ about 10 lakh crores സ്റ്റേറ്റ് ഇൻകം, GSDP. ഈ 10 lakh crores-ന്റെ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4%, 40,000 കോടി. നമ്മൾ കടമെടുക്കുന്നത് എത്രയാണ്? 36. സോ ഈ 12.5% നമ്മൾ ടാക്സ് പിരിക്കാൻ സാധിക്കുമെങ്കിൽ, ഇഫ് വി ഹാഡ് ദാറ്റ് എഫിഷ്യൻസി വിച്ച് വി ഹാഡ് ഏർലിയർ, there is no need to go for public debt. You can still go for public debt because then your capacity to repay will be higher because this 40,000 is your income. ആ കടം നമുക്ക് നിക്ഷേപമായിട്ട് കണക്കാക്കാം. ഇപ്പോൾ എൻ്റെ തന്നെ കലീഗായിരുന്ന, വളരെ കാലം കലീഗായിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ he was go gaga and says Kerala will develop by borrowing. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു വലിയൊരു സന്തോഷം തോന്നും. That you borrow and invest. And when you look at the figures, ഈ കടം മേടിച്ചതിൻ്റെ 65%, that is 2/3, is to fill the revenue deficit gap. ഈ എന്ന് പറഞ്ഞാൽ പലിശ കൊടുക്കാനായിട്ട്. ഇഫ് യു ടേക്ക് ദി റവന്യൂ ഗ്യാപ്പ്, അതിൻ്റെ 90% പലിശക്കാണ്. സോ
ഇതിനെയാണ് നമ്മൾ ഈ പെർപെച്വൽ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് യു ബോറോ മോർ in order to pay the interest that you have to pay. If you don't borrow, then you will be in a difficulty. ഈ കാരണം ഈ ഡെഫിസിറ്റ് വരുന്നതിൻ്റെ 90% പലിശയിലും. അപ്പോൾ പലിശ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് വിൽ ബി നെഗ്ലിജിബിൾ, 0.1%, 0.2%. അപ്പോൾ ദ സിമ്പിൾ ആൻസർ ഈസ് പിരിക്കേണ്ട നികുതി പിരിക്കുക തന്നെ വേണം. Then you can ask me the question, അപ്പോൾ ആൾക്കാർ കൊടുക്കുന്നില്ലേ? ആൾക്കാരല്ല, സ്ഥാപനങ്ങളാണ്. അതിപ്പോൾ ഡോക്ടർ മേരി ജോർജും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രധാന കമ്മോഡിറ്റീസ് നമുക്ക് ടാക്സ് കിട്ടുന്നത് മദ്യമാണോ? 13,000 crores. That comes to 20% of your taxable income or tax revenue. ഒരൊറ്റ കമ്മോഡിറ്റിയാണ്. പിന്നെ ഒരു 4,000 ഫ്രം മോട്ടോർ വെഹിക്കിൾ ടാക്സ്, ലോട്ടറി. ഇത് മൂന്നും ചേർത്ത് കഴിഞ്ഞാൽ 35% നമ്മുടെ ടാക്സ് കളക്ഷൻ്റെ. വാട്ട് ഹാപ്പൻസ് ടു ഓൾ അതർ പ്രോഡക്ട്സ്? There is a very serious tax evasion. എൻ്റെ അഭിപ്രായത്തിൽ സം ഓഫ് ദി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കണ്ടിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ആ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റെവന്യൂ, many of the big private traders, they pay around 30% of what they are supposed to pay. മെയ് മാസം മാതൃഭൂമിയിലൊരു ന്യൂസ് വന്നിരുന്നു. അതിൽ 11 സ്വർണ്ണാഭരണശാലകളിൽ GST റെയ്ഡ് ചെയ്തിട്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് ഈച്ച് ഷോപ്പ് ഹാഡ് അക്യുമുലേറ്റഡ്, അവർ റീകാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30 കോടി വീതം കൊടുക്കാനുണ്ട്. ബിറ്റ്വീൻ 30 and 31 crores റേഞ്ച് ഓൺ ആൻ ആവറേജ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 11 into 30 3,300 കോടി എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്നത്, സ്വർണത്തിൽ നിന്ന് കിട്ടുന്നത്, ഐ ഡോണ്ട് നോ ദ ലേറ്റസ്റ്റ് ഫിഗർ, മേ ബി 500 to 700 crores. പക്ഷേ കേരളം ആണ് ഇന്ത്യയിൽ അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഗോൾഡ് കൗൺസിൽ, നമുക്ക് രാജ്യത്ത് വരുന്ന സ്വർണത്തിൻ്റെ 20%, 1/5 is consumed in Kerala legally. So if you take that value and multiply it and then calculate the 3% of it, you will get around 1,700 crores or something, and you are getting 500-600 crores. ഇത് ഒരു കാരണം, ഇതിപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ഒരു കണക്കുള്ളത് കൊണ്ടാണ്. മറ്റുള്ളതിനൊക്കെ the government has to take the initiative to calculate what is the potential income or potential for taxation. And you can take the main commodities, durable commodities. Companies are there, you can ask them how much is being sent to Kerala, and we know how many fridges are being sold or how many smart TVs are sold. ഇത് കണക്കാക്കാൻ അത്ര വലിയ ഇതുകൊണ്ട് 1000-ലധികം ആൾക്കാരുള്ള എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റാണ് നമുക്കുള്ളത്. മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നുമില്ല. സോ ഒരു സർവേ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റ് നീഡ്സ് മച്ച് മോർ വെരി എന്താ പറയുക, പീപ്പിൾ സൗണ്ട് അനാലിസിസ്. കാരണം ഇത് പെട്ടെന്നൊന്നും റിവീൽ ചെയ്യില്ല പലരും. സോ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഓരോ ശതമാനം എഫിഷ്യൻസി ഈ ടാക്സ് ടു GDP റേഷ്യോ കൂടുന്തോറും നമുക്ക് ഇന്നത്തെ കണക്കിന് 10,000 കോടി രൂപയാണ് കിട്ടുന്നത്. ഇഫ് ദാറ്റ് വി ക്യാൻ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ് എന്നും കൂടെ നോക്കി. കാരണം നേരത്തെ പിന്നെ ഡോക്ടർ തരൂരിൻ്റെ പ്രസംഗത്തിലും ഡോക്ടർ മേരി ജോർജിൻ്റെ ബുക്കിലും അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു വെരി ഇൻട്രസ്റ്റിംഗ്, നോട്ട് ഇൻട്രസ്റ്റിംഗ് ബട്ട് വെരി ഡിപ്രസിംഗ് സ്റ്റാറ്റിസ്റ്റിക് അബൌട്ട് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മുടെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞു യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് 40% ഉണ്ട്. ദാറ്റ്സ് കറക്റ്റ്. ബട്ട് നോർമലി ഐ ഡോണ്ട് ടേക്ക് ദ ഒഫീഷ്യൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആസ് ദ റിയൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. കാരണം എന്താ അറിയാം, ജോലി തേടുന്നവരാണ് അൺഎംപ്ലോയിഡ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സും കണക്കാണ്. ഓൺലി ഇഫ് യു ആർ സീക്കിംഗ് വർക്ക്, നിരാശപ്പെട്ട് നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ, ഇഫ് യു സേ നോ ഞാൻ ജോലിയൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ദെൻ യു ആർ ഔട്ട് ഓഫ് ദ ലേബർ ഫോഴ്സ്. ബട്ട് ഐ ടേക്ക് ബോത്ത് ദോസ് ഹു ആർ സീക്കിംഗ് വർക്ക് ആൻഡ് നോട്ട് സീക്കിംഗ് വർക്ക്. അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സ്ത്രീകളുടെ കാര്യം എടുത്താൽ സ്ത്രീകൾക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം വെരി ഇൻട്രസ്റ്റിംഗ്ലി പുരുഷന്മാരുടെ അൺഎംപ്ലോയ്മെൻറ്റ് കേരളത്തിൽ കുറഞ്ഞു.
thanks to migration. Thanks to migration. So we have exported a good number of them. 80% of our migrants, out migrants are men. So that speaks for itself. 59% അല്ല 64% സ്ത്രീകള് 15-നും 60-നും വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകള് ജോലിയില്ലാത്തവരും വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്തവരാണ്. ഔട്ട് ഓഫ് വർക്ക് ആൻഡ് ഔട്ട് ഓഫ് എഡ്യൂക്കേഷൻ. That ratio for men is just 9%, less than 9%. So we know. അപ്പം പെൺകുട്ടികൾ പഠിക്കാനായിട്ട് മിടുക്കരായിട്ട് കാണിക്കുന്നുണ്ട്. ആൺകുട്ടികളെക്കാട്ടിലും റിസൾട്ട് വരുന്നതിൽ സ്കൂൾ ലെവലിൽ എടുത്താലും ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇപ്പോൾ 70% of students in colleges are girls, and also in postgraduate studies. So they don't fall short in qualification. അപ്പോൾ അതിൻ്റെ ഒരു ഐ വാണ്ടഡ് ടു നോ, ഈ 60% സ്ത്രീകളും വിദ്യാഭ്യാസം ഉള്ള ഒരു പ്രധാന വിഭാഗമാണ് അവർ. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ നിലവാരം നോക്കിയിട്ട് നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും നാഷണൽ സാമ്പിൾ സർവേ യൂണിറ്റ് ലെവൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട്. സോ ഐ ജസ്റ്റ് ഗിവ് യു വൺ എക്സാമ്പിൾ. 9 ലക്ഷം സ്ത്രീകൾ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്നവരായിട്ട് ചുരുങ്ങിയത് ഒരു ബിരുദമെങ്കിലും ഉണ്ട് അവർക്ക്. സോ അറ്റ് ദ ലീസ്റ്റ് ദേ ആർ അറ്റ് ലീസ്റ്റ് എ സിംഗിൾ ഡിഗ്രി ഹോൾഡേഴ്സ്. അതിൽ ആണുങ്ങൾ 2.5 ലക്ഷത്തോളം ഉണ്ട്. സോ ദർ ആർ ഓൾസോ മെൻ വിത്തൗട്ട് ജോബ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. ഈ 9 ലക്ഷം സ്ത്രീകളിൽ ടെക്നോളജി ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ ബിടെക് 260,000. So how much of waste of educated manpower? മറ്റ് ബിരുദങ്ങളുള്ളവർ 6.5 ലക്ഷം. And if you come to post graduate plus PhD ഉൾപ്പെടെ എന്ന് വെച്ചോളൂ, അതിൽ 3 ലക്ഷം സ്ത്രീകളാണ് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നത്. 3 ലക്ഷം ബിരുദാനന്തര ബിരുദം ഉള്ളവർ. ആണുങ്ങളിൽ 46,000. അപ്പോൾ അതിൻ്റെ അന്തരം അറിയാമല്ലോ. അതിൽ തന്നെ ടെക്നോളജി ഡിഗ്രി ഉള്ളവർ 78,000, പോസ്റ്റ് ഗ്രാജുവേറ്റ് MTech and others. So you can imagine the extent of the problem of unemployment, which is by and large, according to me, is a problem among the educated women and not among the men. Because men got a big wall, a safety wall to exit. അത്രയും മൊബിലിറ്റി നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കില്ല. വളരെ കുറച്ച് ഒരു വിഭാഗം, എലീറ്റ് വിഭാഗം പെൺകുട്ടികൾക്ക് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലോ സ്വതന്ത്രമായിട്ട് മറ്റു രാജ്യങ്ങളിലോ പോയി ജോലി ചെയ്യാനുള്ള ഒരു ഡിസ്ട്രിക്റ്റ് വിട്ടു പോകാൻ തന്നെ പല ഫാമിലിയും ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് പെൺകുട്ടിയെ മകളെ അയ്യോ മറ്റേ ഡിസ്ട്രിക്റ്റിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കണം, വേണ്ട നീ ഇവിടെ ഇരുന്നാൽ ഇവിടെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നോക്കാം എന്നുള്ള മനസ്സിലേക്കാരായിരിക്കും. So that is the extent of നമ്മുടെ wasted resources. So if you take the lost revenue of 40,000 crores and you take the lost educated manpower, that's a perfect match. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ then the kind of development that is possible in Kerala is quite significant. അങ്ങനെ ഒരു ഭാഗ്യം മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇല്ല. അവർ കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പൈസ പിരിച്ചാലും they don't have this ratio of educated manpower. And that I think we need to keep in mind. പബ്ലിക് ഡിസ്കഷനിലും ഗവൺമെന്റിനെ നിർബന്ധിക്കുന്ന കാര്യത്തിലും ഏത് ഗവൺമെന്റ് വന്നാലും തന്നെ നമുക്ക് ആ സെക്കുലർ ഡിക്ലൈൻ ഇൻ ടാക്സ് കളക്ഷൻ ഇൻഎഫിഷ്യൻസി ഈസ് എവിഡന്റ്.